ശരിക്കും മലേഷ്യയിൽ പോയി വന്നിട്ട് 23-ാം തീയതിക്ക് ഒരു മാസമായി. പോയി വന്നിട്ടല്ല കേട്ടോ, പോകണം അന്ന് 23-ാം തീയതിയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസമായി. പക്ഷേ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇന്നലെ കണ്ട പോലെ റിയലായിട്ട് എനിക്ക് അവിടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പോയ പോലെ തോന്നുകയാണ്. അത്രയും വലിയൊരു ഫീലാണ് എനിക്ക് ഉണ്ടാവുന്നത്. കാരണം ഞങ്ങളുടെ ആ സൗഹൃദങ്ങൾ, ആ യാത്രകൾ, എന്താ പറയുക, അവിടെ കണ്ട കാഴ്ചകളൊക്കെ അത്രയും മനോഹരമായിരുന്നു കേട്ടോ. ഓരോ കാഴ്ചകളും സ്ഥലങ്ങളായാലേ അതേപോലെ തന്നെ ബിൽഡിങ്ങുകളായാലേ പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് പ്രദേശങ്ങൾ ഞങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസമൊന്നും നമ്മളെ കേരളത്തിൽ നിന്നോ ഒന്നും തോന്നുന്നില്ല. പക്ഷെ അവിടുത്തെ എന്താ പറയുക, അവിടെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അവിടുത്തെ റോഡുകൾ, അതേപോലെ പിന്നെ കെട്ടിടങ്ങൾ, അവിടുത്തെ ടവറുകളൊക്കെ നല്ല മനോഹരമായിട്ടാണ് അവർ പ്ലാൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ളത്. അത്രയും എന്താ പറയുക, ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. പള്ളികൾക്കായാലും അമ്പലങ്ങൾക്കായാലും കെട്ടിടങ്ങൾക്കായാലും ഒക്കെ. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറികൾ, ഒരുപാട് ചോക്ലേറ്റ് ഫാക്ടറികളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ചോക്ലേറ്റൊക്കെ വാങ്ങി. അതേപോലെ തന്നെ ഉച്ചക്കല്ല ഫുഡ്, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഉച്ചക്ക് ഞങ്ങൾ കഴിച്ചത്. ഒരുപാട് ഐറ്റം ഫുഡ് ഉണ്ടായിരുന്നു, നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാമായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ടിൻ ടവർ കാണാൻ വേണ്ടി പോയി. പിന്നെ വേറെ ഞങ്ങളവിടെ കണ്ട എല്ലാ കെട്ടിടങ്ങൾക്കും ഒരു ഭയങ്കര ഒരു വെറൈറ്റി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളെ യാത്രകൾ പോകണം. അതിനി എങ്ങനെ ആയാലും, ഫാമിലിയുടെ കൂടെ ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും എങ്ങനെയായാലും ഒരു ട്രിപ്പൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കത് നല്ലൊരു എൻജോയ്മെൻറ്റാണ്. നമ്മൾ ഒരുപാട് ഫാമിലിയൊക്കെ ആണെങ്കിൽ നമ്മളിടയ്ക്കൊക്കെ പോണതാണ്. പക്ഷേ സുഹൃത്തുക്കളാവുമ്പോണ്ടല്ലോ ഒരുപാട് അടുത്തറിയാൻ പറ്റും നമുക്ക്. ആ യാത്രക്കൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. നമ്മുടെ കൊച്ചു കൊച്ചു തമാശകൾ, നമ്മൾ റീലെടുക്കണ ഒരു ശരിക്കും നമ്മളൊരു കുട്ടികളായി മാറുകയാണ്. ചെറിയ കുട്ടികളിലേക്ക് നമ്മുടെ മനസ്സൊതുങ്ങി വരികയാണ്. ശരിക്കും അത്രയും എന്താ പറയുക, ചെറുപ്പത്തിലേക്ക് നമ്മളെ മനസ്സ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എനർജിയാണല്ലോ വരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഓരോ പ്രാവശ്യവും ചെറിയ ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ അങ്ങനെയൊക്കെ എന്താ പറയുക, ഒന്നിച്ച് കൂടുമ്പോൾ എല്ലാ ഒരു എൻജോയ്മെൻറ്റൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ചൈന മാർക്കറ്റ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മറ്റൊരു അത്ഭുതമാണ് ശരിക്കും. എന്താ പറയുക, ഓരോ ഭാഗം കാണുമ്പോഴും അതിനൊക്കെ ഭയങ്കര വ്യത്യസ്തതയായിരുന്നു. ചൈന മാർക്കറ്റിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാട്ടോ പോകുന്നത്. അന്നത്തെ ഒരു ദിവസം എന്താ പറയുക, ഞങ്ങൾ പിന്നീടൊരു പർച്ചേസൊക്കെ പോയിട്ടുണ്ട്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും വരുന്നുണ്ട്. ഓക്കെ.